പാദത്തിൽ ചുംബിച്ചു സാത്താൻ ഓടിപ്പോയി. നമ്മുടെ കേരളക്കരയിൽ ജീവിച്ചിരുന്ന വിശുദ്ധ എവുപ്രാസ്യ അമ്മയുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു അത്ഭുത കഥയാണ് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ എവുപ്രാസ്യ അമ്മയുടെ മഠത്തിൽ ഉണ്ടായിരുന്ന ഒരു സന്യാസിനി എപ്പോഴും പരാതി പറയുകയും കുറ്റപ്പെടുത്തുകയും പിറുപിറുക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പല വ്യക്തികളും പലരും ഈ വ്യക്തികളെ ഉപദേശിച്ചിട്ടോ അല്ലെങ്കിൽ അവരുമായി ഇടപഴകിയിട്ടൊന്നും ഒരു മാറ്റങ്ങളും സംഭവിക്കുന്നില്ല. എവുപ്രാസ്യ അമ്മ നിരന്തരം ഈ സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് വിശുദ്ധ എവുപ്രാസ്യ അമ്മയ്ക്ക് ആത്മീയമായ ഒരു ജ്ഞാനം കൊടുത്തു. ഈ വ്യക്തിയിലുള്ള അനുസരണക്കേടിൻ്റെ മറ്റു പലതരത്തിലുള്ള പൈശാചിക പീഡകളെ ഒഴിപ്പിക്കുവാനുള്ള ഒരു ആത്മീയ ജ്ഞാനം. കാരണം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ വിശുദ്ധ എവുപ്രാസ്യ അമ്മയ്ക്ക് മനസ്സിലായി ഈ വ്യക്തിയിൽ പ്രവർത്തിക്കുന്നത് ഒരു തിന്മയുടെ ദുരാത്മാവാണ്. മാനുഷികമായി അല്ല ആ വ്യക്തി ഇപ്രകാരം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന് ശേഷം ഒരിക്കൽ വിശുദ്ധ എവുപ്രാസ്യ അമ്മ ഈ നവസന്യാസിനിയോട് തൻ്റെ മുറിയിലേക്ക് വരാൻ പറഞ്ഞു. ആ വ്യക്തി മുറിയിൽ വന്നു കഴിഞ്ഞപ്പോൾ എവുപ്രാസ്യ അമ്മ എന്ത് ചെയ്തു? താനിരുന്ന കസേരയിൽ നിന്നും ചാടി എഴുന്നേറ്റിട്ട് ഈ വ്യക്തിയോട് പറഞ്ഞു, മോളെ നീ എൻ്റെ കസേരയിൽ ഇരിക്കൂ. എന്നിട്ട് എവുപ്രാസ്യ അമ്മ മാറി ഒരു സാധാരണ കസേരയിൽ ഇരിക്കുകയാണ്. ഇങ്ങനെ ഈ ഒരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞപ്പോൾ ആ നവസന്യാസിയുടെ മനസ്സിലുണ്ടായിരുന്ന പല തിന്മയുടെ സ്വാധീനങ്ങളും വിട്ടുപോകാൻ തുടങ്ങി. ആ കസേരയിൽ ആ വ്യക്തി ഇരിക്കുമ്പോൾ എവുപ്രാസ്യ അമ്മ ആ സന്യാസിനിയുടെ മുമ്പിൽ മുട്ടുകുത്തി ആ പാദം ചുംബിച്ചു. അങ്ങനെ പാദം ചുംബിക്കുന്ന മാത്രയിൽ എവുപ്രാസ്യ അമ്മ ദർശനത്തിൽ കാണുകയാണ് ഈ സന്യാസിയെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന തിന്മയുടെ ദുരാത്മാക്കൾ, പൈശാചിക പീഡകൾ, അന്ധകാര ശക്തികൾ ഈ നവസന്യാസിനിയിൽ നിന്ന് വിട്ടുപോകുന്നതായിട്ട്. തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുക. സഹോദരങ്ങളെ, ഈശോ പറഞ്ഞ വചനങ്ങൾ വളരെയധികം ശക്തം തന്നെയാണ്. തിന്മയെ നാം കീഴടക്കേണ്ടത് നന്മ കൊണ്ടാണ്. മറ്റുള്ള വ്യക്തികളുടെ നന്മകൾ ആഗ്രഹിച്ചുകൊണ്ട് നാം അവരെ സഹായിക്കുവാൻ തയ്യാറാകുമ്പോൾ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരിലുള്ള പൈശാചിക പീഡകൾ വിട്ടുപോകുമെന്നാണ് വിശുദ്ധ എവുപ്രാസ്യ അമ്മയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുക. എന്നാൽ മാനുഷികമായ സ്വഭാവങ്ങളും പ്രവണതകളും പലപ്പോഴും നമ്മെ പഠിപ്പിക്കുന്നത് ആ വ്യക്തിയെ ഒരു പാഠം പഠിപ്പിച്ചേ മതിയാകൂ എന്ന് കരുതിയാണ് പലപ്പോഴും അങ്ങനെയുള്ളവരോട് നമ്മളൊക്കെ പെരുമാറുക. എവുപ്രാസ്യ അമ്മ ആരെയും പാഠം പഠിപ്പിക്കാൻ ശ്രമിച്ച വ്യക്തിയല്ല, മറിച്ച് എല്ലാവരെയും ദൈവത്തിൻ്റെ സ്നേഹം പങ്കിട്ട് അനുഭവിക്കാൻ പഠിപ്പിച്ച വ്യക്തിയാണ്. വിശുദ്ധ എവുപ്രാസ്യ അമ്മയുടെ ജീവിതം നമുക്ക് പ്രചോദനം നൽകട്ടെ. പാദം ചുംബിച്ചും ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് മാപ്പ് ചോദിച്ചപ്പോൾ പൈശാചിക പീഡകൾ വിട്ടുപോയതുപോലെ നമ്മളും ഇതുപോലെ ചില വ്യക്തികളെ ദൈവത്തിനായി നേടിയെടുക്കേണ്ടത് എളിമയുടെ പാതയിലൂടെയാണ്. ചില വ്യക്തികളെ ദൈവത്തിനായി നേടുവാൻ നമ്മൾ അവരുടെ സ്ഥാനത്തേക്ക് ഇറങ്ങി വരേണ്ടി വന്നേക്കാം. ചില വ്യക്തികളെ ദൈവത്തിന് വേണ്ടി നേടുവാൻ നമ്മൾ ചിലപ്പോൾ എളിമപ്പെടേണ്ടി വന്നേക്കാം. ചില വ്യക്തികളെ, ചില ആത്മാക്കളെ ദൈവത്തിന് വേണ്ടി നേടുവാൻ ചിലപ്പോൾ വ്യത്യസ്തമായ ജ്ഞാനത്തിലൂടെ വ്യത്യസ്തമായ കാര്യങ്ങൾ നമ്മൾ പ്രകടിപ്പിക്കേണ്ടി വന്നേക്കാം. അപ്പോഴെല്ലാം ദൈവത്തിന് വേണ്ടി താഴുവാനും ദൈവത്തിന് വേണ്ടി എളിമപ്പെടുവാനും നമ്മെ എതിർക്കുന്നവരുടെയൊക്കെ പാദങ്ങൾ ചുംബിക്കുവാനുമൊക്കെ തയ്യാറാകുമ്പോൾ അത്ഭുതകരമായ മാറ്റങ്ങളും മാനസാന്തരങ്ങളും അത്തരം സാഹചര്യത്തിൽ ഉണ്ടാകുമെന്നാണ് വിശുദ്ധ എവുപ്രാസ്യ അമ്മയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുക. അതുകൊണ്ട് കുടുംബ കലഹമുണ്ടാകുമ്പോൾ ഭാര്യയും ഭർത്താവുമായി ആയിക്കൊള്ളട്ടെ, മക്കളും മാതാപിതാക്കന്മാരുമായി തമ്മിലായിക്കൊള്ളട്ടെ, സ്കൂളിലും കോളേജിലുമൊക്കെ പഠിക്കുന്ന വ്യക്തികളൊക്കെ തമ്മിൽ ചില ഇഷ്ടക്കുറവുകളും അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളതിനെ മാനുഷികമായി എതിർക്കാതെ അങ്ങനെയുള്ളവരെ പാഠങ്ങൾ പഠിപ്പിക്കുവാനായിട്ട് ശ്രമിക്കാതെ അവരുടെ മുമ്പിൽ ദൈവത്തിൻ്റെ തന്നെ ഒരു പാഠപുസ്തകമായി മാറിക്കൊണ്ട് നമ്മുടെ സാന്നിധ്യത്തിലൂടെ, ദൈവാനുഭവത്തിലൂടെ, നമ്മുടെ പ്രതികരണത്തിലൂടെ ദൈവാനുഭവത്തിലേക്ക് അവരെ നയിക്കുവാൻ നമ്മൾ പരിശ്രമിക്കണം. അപ്പോഴാണ് നമ്മളിലൂടെ മറ്റുള്ളവർ ദൈവത്തെ രുചിച്ചറിയുന്നത്. വിശുദ്ധ എവുപ്രാസ്യ അമ്മയുടെ ആ പാദം ചുംബിക്കുന്ന ആ എളിമപ്പെട്ടുള്ള പ്രവൃത്തിയിലൂടെയാണ് ആ നവസന്യാസിനിക്ക് അത്ഭുതകരമായ ഒരു മാനസാന്തരം സംഭവിച്ചത്. നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. വിശുദ്ധ എവുപ്രാസ്യ അമ്മയുടെ മാധ്യസ്ഥം ഇങ്ങനെയുള്ള മേഖലകളിൽ അനുദിന ജീവിതത്തിലുണ്ടെങ്കിൽ പ്രത്യേകമായി യാചിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്താൽ അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കും എന്നുള്ളതിൽ സംശയമില്ല. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.